സാറ് പറഞ്ഞിട്ടാണ് ഗാന്ധിജി 2 കൈകൾ കൊണ്ട് എഴുതിയിരുന്നു എന്ന് എനിക്ക് മനസ്സിലായിരുന്നു. സാറിൻ്റെ കോസ്റ്റ്യൂം ഡിസൈൻസിലൊക്കെ ഡിസൈൻസിൽ വരുന്നതെല്ലാം ഖാദി തുണികളാണ്. ആൻഡ് യു ഓൾവേസ് സ്പീക്ക് അബൌട്ട് നോൺ വയലൻസ്. പക്ഷേ സാർ ചെയ്യുന്ന വിക്രമായാലും സേനാപതി ആയാലും ദേ ഡീൽ തിങ്സ് വിത്ത് വയലൻസ്. സോ അതൊരു കോൺഫ്ലിക്റ്റ് ആവാറുണ്ട് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ. മിസ്റ്റർ ഗാന്ധി, നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും മഹാത്മാഗാന്ധി എന്ന് പറയാറില്ല. കാരണം ഐ സ്റ്റാർട്ടഡ് ഔട്ട് ബീയിങ് എ ക്രിട്ടിക് ഓഫ് മിസ്റ്റർ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ദെൻ ഐ ബിക്കേം എ ഫാൻ. ഒരിക്കലും ഭക്തനാവാൻ സാധ്യതയില്ല, അത് ആവില്ല. ബിക്കോസ് ഐ ആം മെയ്ഡ് ലൈക്ക് ദാറ്റ്. ബട്ട് ലെറ്റ് മീ ടെൽ യു, ഈ വീരം വയലൻസ് രണ്ടും കണക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ ദ ഹൈറ്റ് ഓഫ് വാലർ ഇസ് അഹിംസ. ഗാന്ധിയെ പോലെ ജീവിക്കാൻ അസാധ്യ ധൈര്യം വേണം, വീരം തന്നെയാണ്. ആക്ച്വലി ബോത്ത് ആർ ബ്രദേഴ്സ് വിത്ത് എ ഡിഫറെന്റ് ഫേസ്, സെയിം കോയിൻ വിത്ത് എ ഡിഫറെന്റ് സൈഡ് ടു ഇറ്റ്. ഒരാൾ അത് ഉപയോഗിച്ചു, ഒരാൾ അത് അങ്ങനെ പിടിച്ചു വെച്ച് യു ക്യാൻ ഹിറ്റ് മീ ആസ് മച്ച് ആസ് യു ലൈക്ക് ബട്ട് ഐ വിൽ ഗോ ബൈ ദ ലോ എന്ന് പറയുന്നു. രണ്ടും ശരിയാണ്. ഈ ലോകത്ത് രണ്ടും ആവശ്യമാണ്. ഞാൻ വാട്ട് ഡു ഐ ചൂസ് എന്നുള്ളതാണ് മുഖ്യം. യു സീ ദ ഫിലിം, ഹി ഹാസ് റിട്ടൺ നൈസ് ഡയലോഗ്സ്, സോ ഐ ഡോണ്ട് വാണ്ട് ടു സേ ഇറ്റ് ബിഫോർ ഹി സേസ് ഇറ്റ് ഓൺ സ്ക്രീൻ. ഇതിൻ്റെ നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഉത്തരവൊക്കെ അതിലുണ്ട്, ഡയലോഗ്സിലുണ്ട്. ഇപ്പം റീസെൻ്റ്ലി ഈ മൂവിയുടെ പ്രൊമോഷന് വേണ്ടി മലേഷ്യയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എയർപോർട്ടിൽ PM-നെ കണ്ടിട്ട് തിരിച്ചു വന്നപ്പോൾ എയർപോർട്ടിൽ തടഞ്ഞു നിർത്തി. അപ്പോൾ അതിൽ ഒരാൾ സെക്യൂരിറ്റി ഓഫീസർ പറഞ്ഞു, നിങ്ങൾ ആരൊക്കെയാണെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എനിക്ക് മാറ്റാൻ പറ്റില്ല, അത് ഞാൻ ഫോളോ ചെയ്യുന്നു പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു അവനാണ് യഥാർത്ഥ ഇന്ത്യൻ എന്ന് SJ സൂര്യ റീസെൻ്റ്ലി അതൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു. അത് ഭയങ്കര വൈറലായി. അതൊക്കെ ഒരുപാട് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്തു. സോ സാറിനോട് തന്നെ ചോദിക്കുകയാണ്, ഒരു ഇന്ത്യൻ യഥാർത്ഥത്തിൽ എങ്ങനെയായിരിക്കണം? എക്സാക്ട്ലി വെൻ വി സേ ദാറ്റ് ഇനി മഹാത്മാഗാന്ധി എപ്പോലെ ഒരാൾ ജീവിക്കുന്നത് അത് ജനിക്കുന്നത് കഷ്ടമാണ് എന്നുള്ളത്. അങ്ങനെ ഇല്ല എന്നുള്ളത് തീർച്ചയായും. നിങ്ങൾ എവിടെയെങ്കിലും അന്തരീക്ഷത്തിൽ നോക്കിയോ ഒരാളുണ്ടോ? ഉണ്ട്. സ്റ്റാൻഡിങ് ഔട്ട്സൈഡ്. അയാൾക്ക് ഇവിടെ അകത്ത് കയറാൻ താല്പര്യം ഉണ്ടാവില്ല. ബട്ട് ഹി മൈറ്റ് ബി ദ നെക്സ്റ്റ് ഗാന്ധി. ബട്ട് വി ഹാവ് ടു റെക്കഗ്നൈസ് ഇറ്റ്. That starts with that airline counter guy who says, I'm sorry. They said, we'll connect you to the PM's office. He said, okay, give me, I'll talk to the people. Dhairyam, valor, I appreciate it. Other people were slightly upset of missing the flight. But we've got the right track. Flight is over. But generally, we've got it. That is what I was saying. And I meant it seriously. And this film talks about that. The onus of honesty cannot be always transferred to somebody else. അയാൾ അറസ്റ്റായി ഇരുന്നിരിക്കണം എന്ന് പറയുന്നേക്കാൾ ഞാൻ അങ്ങനെ ആയിരുന്നു ആ സമയത്ത് എന്ന ചോദ്യമാണ് ആവശ്യമായ ചോദ്യം. That question is asked by the film. The answer is shown in the film. That is very important. സർ, ഈ പറഞ്ഞതുപോലെ ഈ മേക്കപ്പിന്റെ ടൈമിങ് വളരെ കൂടുതലാണ്. ഗെറ്റപ്പ് കാണുമ്പോൾ അത് ഒരു ടൈമിങ് എങ്ങനെയാണ് സാർ? അതോടൊപ്പം തന്നെ മേക്കപ്പ് കഴിഞ്ഞ് അതൊന്ന് നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ടൈമിംഗ് ഉണ്ട്. അതെങ്ങനെയാണ് സാർ? ഇറ്റ് ഈസ് ലൈക്ക് കേരളത്തിൽ വന്ന് തയ്യവും കഥകളിയും ചെയ്യുന്ന ഒരു സ്ഥലത്ത് അതൊക്കെ പറയുന്നത് you don't have to say it. There are people who lie down and sleep while makeup is being made. That is the tradition of Kerala. Much before Hollywood, much before everything else. So here it was easy. I've seen my guru, Mr. T.K. Shanmugam, prepare for Amaya, a play for which he did make wealth overnight. But for a play, he'll come at 3:30 in the afternoon and he'll be ready at 6:30. It's for a stage.
and he'll do it every day. So അവിടെയൊക്കെ പഠിച്ചു വന്ന ആളാണ്. That time is not of her, but you must see, it won't, the play will get over in 3.5 hours, but shooting will take 50 days for a normal film. If the Senapati character comes to the set only at 10 and has to leave by 3 or 4, because even if he stays, a makeup won't look good in camera. So that is the time space. So that is the most difficult logistic problem we had to face. It is not a sacrifice, because of the kind of stardom and the success that a film can give an actor. Anything is not too hard to do. So that is what I am trying to do. And this film, thanks to makeup technology, from 4 to 5 hours to 6 hours, it's now come down to 3.5 hours. First day it will be 5 hours, 5.5 hours, because we are still working. So afterwards the time goes down. And from this film, I think for this part, I must have done about 70 days of work with makeup. But the director waiting and leaving the scene halfway because of makeup and catching up the next day, ഇതൊക്കെ ടെൻഷനാണ്. But we, and logistically, മഴ, വെയിൽ, COVID, accidents, എല്ലാം കൂടി you will have to put it in the schedule, and we managed to do it with nearly 300-400 people helping us from various departments. കമൽ സർ, ഇതിൽ നമ്മുടെ പോസ്റ്റിൽ തന്നെ നമ്മുടെ ഒരു കോമൺ മാൻ്റെ ഫിഗർ ഉണ്ട്, ലൈക്ക് ആർ.കെ. നാരായൺ കോമൺ മാൻ ഫിഗർ ഇസ് ദർ. സോ അത് ഫിലിമിൽ ആക്ച്വലി ഇസ് ഇറ്റ് ലൈക്ക് അനിമേറ്റഡ് ക്യാരക്ടർ, ലൈക്ക് വാട്ട് ഈസ് ഇറ്റ്? ശങ്കർ സാർ, அது வந்து ஒரு ஆர்கே லக்ஷ்மணுடைய ரொம்ப ஃபேமஸ் கார்ட்டூன், காமன் மேன்ற கார்ட்டூனு. அந்த கார்ட்டூனிஸ் என்ன பண்ணுவாங்கன்னா, டெய்லி நாட்டில் என்ன நடக்குதோ அதை கொஞ்சம் காமிக்கலாகவும் சட்டைரிக்கலாகவும் ஒரு கார்ட்டூன் போடுறது. அது ரொம்ப ஃபேமஸ். இப்போ நடுவில் இப்போ சில வருஷங்களாக அது வர்றதில்லைன்னு நினைக்கிறேன். ஸோ எனக்கு வந்து கதை சொல்கிறதுக்கு அந்த ஆர்கே லக்ஷ்மணுடைய அந்த காமன் மேன் கார்ட்டூன் வந்து ஒரு டூலாக பயன்படுத்தியிருக்கேன். இதில் வந்து 3D அனிமேஷனில் அந்த கேரக்டர், அது வெறும் கார்ட்டூன் தான், 2D நியூஸ் பேப்பரில் வந்தது. அதை வந்து ஒரு 3D அனிமேஷனாக கிரியேட் பண்ணி இந்த படத்தில் வந்து சில காட்சிகள் யூஸ் பண்ணியிருக்கேன். அதுக்கு வந்து அந்த பர்ஃபார்மன்ஸ் கேப்சர் அண்ட் மோஷன் கேப்சர், இது ரெண்டுத்துக்கும் நாங்கள் யூஸ் பண்ண ஆக்டர் யாருன்னு கேட்டிங்கன்னா ஆச்சரியப்படுவீங்க, குரு சோமசுந்தரம். என்ன ஒரு வண்டர்ஃபுல் ஆக்டர் பாருங்க. இதுக்கு முன்னாடி நான் வேறு படத்தில் சில கேரக்டர்லாம் கொடுத்தேன். அவர் வந்து ஸ்கிரிப்ட் கொடுங்கன்னு கேட்பார். சின்ன கேமியோ இருந்தால் கூட ஸ்கிரிப்ட் கொடுங்கன்னு கேட்பார். நான் ஸ்கிரிப்ட் கொடுத்துருவேன். படித்து பார்த்து அப்படியே யோசிப்பார். சரி சார், உங்களுக்கு திருப்தி இல்லைன்னா வேறு ஏதாவது பண்ணலான்ட்டு அந்த மாதிரி 2-3 படங்கள் பண்ணல அவர். ஆனால் இந்த படத்தில் அவர் முகம் வராதுன்னு தெரிஞ்சும் இதை நான் பண்ணுறேன்னு சொல்லி இன்ட்ரெஸ்ட் காமிச்சார். சச் அ டிஃப்ரெண்ட் அண்ட் வண்டர்ஃபுல் ஆர்டிஸ்ட். அவருடைய வாய்ஸ் வரும்.